ഹലോ, ഈ കാലിക്കറ്റ് കണ്ണൂര് ഈ മലബാർ സൈഡിലുള്ള ആൾക്കാരെ പറ്റി കുറെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അവരുടെ സ്വഭാവം ശരിക്കും അറിഞ്ഞത് ഈ ഇടയ്ക്കാണ്. ഒരു 2 weeks ബാക്ക് ഞങ്ങൾക്ക് ഒരു ഫ്യൂണറൽ ഉണ്ടായിരുന്നു കാലിക്കട്ടെ. പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കോൾ വന്നത്. അപ്പൊ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുക ചെയ്തത്. BD ടൗണിൽ തന്നെ വണ്ടി അങ്ങോട്ട് ചെല്ലാനായിട്ട് കുറച്ച് ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു 1/2 കിലോമീറ്റർ മുമ്പായിട്ട് വണ്ടി പാർക്ക് ചെയ്തു. കറക്റ്റ് ഒരു വീട് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഒരു ഓട്ടോ ചേട്ടനെ കണ്ടു. ആ ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു മരിച്ചൊരു വീട് ഇവിടെ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു കയറിക്കോ. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഫ്യൂണറലിന് വേണ്ടി ഇങ്ങനെ അവർ തിരിച്ച് ഇറങ്ങുമായിരുന്നു വീട്ടിൽ നിന്ന്. ഇത് ആംബുലൻസിലായിരുന്നു. ആംബുലൻസ് പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് എവിടെയാണ് പോകേണ്ടത്. ഞങ്ങൾ എന്നാന്ന് വെച്ചാൽ ചേട്ടാ എങ്ങനെയെങ്കിലും ഒരു സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചല്ലോ. ചേട്ടനാണെങ്കിൽ ചേട്ടന്റെ ഒരു ആവശ്യം പോലെ തന്നെ എന്നെ ചെയ്തു. ചേട്ടൻ ഭയങ്കര സ്പീഡിൽ പള്ളിയുടെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് പറഞ്ഞു ഇതായിരിക്കും പള്ളി എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറക്കി വിട്ടു. അപ്പൊ ഞങ്ങൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇതൊരു മുസ്ലിം പള്ളിയായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു ഇനിയിപ്പോൾ പള്ളി നമുക്ക് കയറാൻ പറ്റുമോ, അങ്ങനെ അലൗഡ് ആണോ അതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ പള്ളിയുടെ പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കും അവിടെയാണ് നമ്മുടെ താരം വരുന്നത്. ആ ചേട്ടന്റെ പേര് അശോകൻ എന്തോ ആണ്. അവിടെ സ്പെയർ പാർട്സിന് എന്തോണ്ട് ഒരു കട നടത്തുന്ന ചേട്ടൻ. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഞങ്ങളെ വന്ന് നോക്കി. അപ്പൊ ഞങ്ങൾ ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഫ്യൂണറൽ എവിടെയാണെന്ന് അറിയാമോ? അപ്പം ചേട്ടൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നായിരുന്നേ? അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ കൊച്ചിയിൽ നിന്ന് വന്നത്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ ലേറ്റ് ആയി. അപ്പം ഞങ്ങളിങ്ങനെ പള്ളി വന്നു. അപ്പം നിങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് ഞാൻ ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ അടുത്ത് തന്നെ വീട്. ആ വീടിന്റെ അടുത്ത് കാർ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ പാർക്ക് ചെയ്തു പള്ളിയുടെ അടുത്ത് തന്നെ. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു നിങ്ങൾ കയറി വാ എന്ന് പറഞ്ഞ് പള്ളിയുടെ ഒരു വരാന്ത പോലത്തെ സ്ഥലമുണ്ടല്ലോ അവിടെ കയറ്റി ഞങ്ങളെ ഇരുത്തി ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ ആ പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഞങ്ങൾ കംഫർട്ടബിൾ ആണോ അങ്ങനെയൊക്കെ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടന്റെ കാറിൽ ഇവിടെ ഒരു കുറച്ച് ദൂരം ആകില്ല അവിടെ വരെ ഞങ്ങളെ കാറെ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ചായയൊക്കെ കുടിച്ചായിരുന്നോ, വിശക്കുന്നുണ്ടോ? ഭയങ്കര കംഫർട്ടബിൾ ആക്കി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഫ്യൂണറലിൽ അവിടെ നടന്ന സമയത്ത് ആ ചേട്ടൻ അവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ശരിക്കും മക്കളെ നോക്കുന്ന പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ നോക്കും ഞങ്ങൾ അവിടെ ഉണ്ടോ, ഞങ്ങൾ ഇവിടെ നിൽപ്പുണ്ടോ, ഞങ്ങൾ സേഫ് ആണ്. ഫ്യൂണറലൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്ന് വിളിച്ചു ബാ നമുക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ ഇനി ഞങ്ങൾ പൊക്കോളാം. അതുകൊണ്ട് വേണ്ട ഞാൻ കൊണ്ടാന്ന് പറഞ്ഞു. അവിടെ എല്ലാ ആൾക്കാരോടും പറഞ്ഞു ഇവർ ഇങ്ങനെ വന്ന് ഇവരെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. തിരിച്ച് കാറ് കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് തീർച്ചയായിട്ടും പറഞ്ഞു വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഹോട്ടലിലോട്ട് പറഞ്ഞു. വേണ്ട ചെയ്താൽ ഞങ്ങൾ കഴിച്ചതാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ദൂരത്ത് വന്നല്ലേ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. നിങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇനി മരിച്ച വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വഴി ഇറക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഫോളോ ചെയ്തോളാനും പറഞ്ഞ് ആ ചേട്ടനെ കാർ എടുത്ത് ആ വീടിന്റെ അടുത്ത് ഉള്ള ഒരു സ്ഥലമല്ല ആ വീടിന് അങ്ങോട്ട് വണ്ടി കയറി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ചെറിയ റോഡായ കാരണം കുറച്ച് കൺജഷൻ വേറെ വണ്ടി വന്നാൽ പോകത്തില്ല. ടൗണിൽ തന്നെ ആയ കാരണം ആ ചേട്ടൻ അവിടെ വരെ കൊണ്ട് ഞങ്ങളെ വിട്ടിട്ട് ആ ചേട്ടൻ ഡോർ തുറന്ന് കാറിന്റെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്നു പോകുന്ന വഴി ഇങ്ങനെ നോക്കി നിൽക്കുക. ഞങ്ങൾ സേഫ് ആയിട്ട് അവിടെ ചെല്ലുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും അവിടെ നോക്കി നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കിട്ടുമോ ഈ ലോകത്തില്? ഇങ്ങനെ ഭയങ്കര ഇന്നസെന്റ് പ്യുവർ ആയിട്ടുള്ള ആൾക്കാർ. സത്യം പറയാമല്ലോ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പിന്നെയും ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുമല്ലോ. ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ എന്റെ ദൈവം ഈ ലോകത്ത്. ഇതൊക്കെ നടക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഒരു 7:30, 8 നൈറ്റ് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ശരിക്കും ഞങ്ങൾ ക്രിസ്ത്യൻസ് പോയതൊരു മുസ്ലിമിന്റെ ഫ്യൂണറലിന് ഞങ്ങളെ ഫുൾ അവിടെ ഹെൽപ്പ് ചെയ്തു ഒരു ഹിന്ദു ചേട്ടൻ. ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ യൂണിറ്റി എന്നൊക്കെ പറയുന്നത്, റിലീജിയസ് ഹാർമണി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതല്ലേ? സത്യം പറഞ്ഞാൽ മനസ്സ് നന്നായിട്ട് നിറഞ്ഞു.